വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു ഈസി ബനാന കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് 1.5 കപ്പ് മൈദ എടുക്കണം. അപ്പോൾ ആദ്യം 1 കപ്പ് മൈദ എടുത്തു. അപ്പോൾ 1.5 കപ്പ് മൈദ കൂടെ എടുത്തു. അതിന് ശേഷം ബേക്കിംഗ് പൗഡർ അതിട്ടു 1 സ്പൂൺ. ഇനി ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ നമുക്കിതിലിട്ട് 1 പിഞ്ച് ഉപ്പ്. അതിനുശേഷം നന്നായിട്ട് അടിക്കാം. ഒരു 2-3 പ്രാവശ്യം അടിക്കുകയാണെങ്കിൽ നമ്മളെ കേക്ക് ഒന്നും കൂടി സോഫ്റ്റ് ആവും. അതിനുശേഷം 1 കപ്പ് പഞ്ചസാര നമുക്ക് മിക്സിയിലോട്ടിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തു. പൊടിച്ചെടുത്ത പഞ്ചസാരയിലോട്ട് ഒരു 10 ഏലക്കായ അതും കൂടെ കുരുവൊക്കെ ആക്കിയിട്ട് അതിലോട്ടിട്ട് കഴിഞ്ഞാൽ ഒരു നല്ല ഫ്ലേവർ വരും. പിന്നെ 6 കോഴിമുട്ടയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ 6 കോഴിമുട്ട മിക്സിയുടെ ജാറിലിട്ടിട്ട് 2 മിനിറ്റ് വെച്ച് അടിച്ചിട്ടുണ്ട്. അതിലോട്ട് പഞ്ചസാര നമ്മൾ പൊടിച്ചതും കൂടെ ചേർത്തതിന് ശേഷം അതും നന്നായിട്ട് നമുക്ക് മിക്സി തന്നെ അടിച്ചെടുക്കാം. ഇതെല്ലാം തയ്യാറാക്കുന്നത് നമ്മൾ മിക്സിയിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ വേറെ ഇതിലൊന്നും എന്താ പറയുക, ബീറ്ററോ ഒന്നും വേണ്ട. അപ്പോൾ മിക്സിയിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് നമുക്ക് പഞ്ചസാര മൊത്തം അതിലോട്ടിട്ട് അടിച്ചെടുക്കാം. ഒരുപാട് പ്രാവശ്യം അടിച്ചെടുക്കണ്ട കേട്ടോ, ഒരു 2 മിനിറ്റ് അത്രയും മതിയാവും. അടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ്. അതിലോട്ട് 1/4 കപ്പ് ഓയിൽ, റിഫൈൻഡ് ഓയിൽ ഏതെങ്കിലും ആക്കിയാൽ മതി, വെളിച്ചെണ്ണ ഒഴിക്കണ്ട. അതിനുശേഷം അരിച്ച് 1 സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് അതിലോട്ട് നമ്മൾ അരിച്ച് മാറ്റി വെച്ച മൈദ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. മിക്സിയിലോട്ട് 2 നേന്ത്രപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. പഴം മുറിച്ച് അതിലോട്ടിട്ടിട്ട് നമുക്ക് ഈ പഴം കൂടി നന്നായിട്ട് അടിച്ചെടുക്കണം. നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും യൂസ് ചെയ്യുക. റോബസ്റ്റോ, ഞാൻ നേന്ത്രയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് ഈ ബാറ്ററിലോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ പഴം നന്നായിട്ട് അരയണം കേട്ടോ. അരഞ്ഞതിന് ശേഷം നമ്മളത് ചേർത്ത് നമ്മൾ ടിൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ ടിന്നിലോട്ട് വെച്ച് നമ്മൾ ചൂടാക്കാൻ വെച്ച പിന്നെ ഓവൻ സെറ്റപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഒരു നല്ല ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ഒരു 20 മിനിറ്റ്